ഞായറാഴ്ചയായിട്ട് കുറച്ച് പച്ചക്കപ്പ് വേവിക്കാമെന്ന് വിചാരിച്ചേ. ഇന്നലെ വെച്ച് മീൻകറി ഇരിപ്പുണ്ട് കേട്ടോ. നമ്മുടെ പറമ്പിലത്തെ തന്നെ കപ്പയാണേ. പെട്ടെന്ന് വേകുന്ന കപ്പയാണ്. 2 തിള തിളയ്ക്കുമ്പോഴത്തേക്ക് കപ്പ വെന്ത് കിട്ടും. അങ്ങനെ കപ്പ കൈയോടെ കൊത്തി കഴുകി അടുപ്പേലാക്കി. അപ്പോഴത്തേക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾ രണ്ടും രാവിലത്തെ സവാരിക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവരോടൊപ്പം പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് കാപ്പിക്കുരി പഴുത്തു തുടങ്ങിയത് ശ്രദ്ധിച്ചതേ. പറിക്കാറായിട്ടില്ല, അടുത്ത മാസം ലാസ്റ്റോടു കൂടിയൊക്കെ നമുക്ക് പറിച്ചു തുടങ്ങാനായിട്ട് പറ്റും. കുഞ്ഞിനിത് ചൂണ്ടിക്കാണിച്ചു കേട്ടോ. ഇതിന് പൊതുവേ ഞങ്ങളിവിടെ പാമ്പുംകൂണെന്നൊക്കെയാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് കുറേ ചേട്ടന്മാർ ഇതുപോലെ കോഴിയൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടേ. പിന്നെ ഞങ്ങൾ കട്ടപ്പന വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ഹൈറേഞ്ച് ഹൈപ്പർ മാർട്ടിൽ പിള്ളേർക്കൊക്കെ കളിക്കാൻ വേണ്ടിയിട്ട് ജുമാഞ്ചി എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ടേ. അങ്ങോട്ട് പോയി. പിള്ളേർ റൈഡ്സൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കളിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾക്ക് വന്നിട്ട് 300 രൂപയാണ്. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് റൈഡ്സ് ഉണ്ട്. പിള്ളേരൊക്കെ നല്ല എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ടേ. പിന്നെ അവിടുന്ന് ഇറങ്ങി ഒരു ഹോട്ടലിൽ നിന്ന് ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു കേട്ടോ. ഓട്ടോ വിളിച്ചിട്ടാണേ വീട്ടിലോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പപ്പായ കണ്ടുവച്ചായിരുന്നു. അത് പറിക്കാൻ ചെന്നപ്പോഴത്തേക്ക് കിളി കൊത്തി താഴെയിട്ടു. പിന്നെ വീട്ടിൽ കയറി വന്ന് കുറച്ച് ഏത്തപ്പഴം ഉണ്ടായിരുന്നു. അത് വെച്ച് പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ചു. അപ്പോഴത്തേക്ക് 4 മണി ആയിട്ടുണ്ടായിരുന്നു. ആകാശം കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ.